ഹലോ അസ്സാം വലൈക്കും എന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് തുറൻ്റെ ഒരു വീഡിയോ, ചെറുതായിട്ടൊരു വീഡിയോ ചെയ്യാൻ കരുതി. അപ്പോൾ ഇന്ന് ഒരു ബീഫ് കറിയും പൊറാട്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സെറ്റാക്കണത്. അപ്പോൾ ബീഫ് കറിക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ: ഉള്ളി റെഡിയാണ്, സവാള റെഡി, തക്കാളി റെഡി, വെളുത്തുള്ളി ഇഞ്ചി റെഡി, പിന്നെ 2 പച്ചമുളക് ചതച്ചതുകൊണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ബീഫാണ്. ബീഫ് ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീഫ് കറി ഉണ്ടാക്കുന്നത് കുക്കറിലാട്ടോ. കുക്കർ ഇതാ ഗ്യാസ് മേൽ വെച്ചു, കത്തിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, വെളിച്ചെണ്ണ എത്ര ഒഴിച്ചിട്ട് അതൊന്നങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവടണം, കുറച്ച്. അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ടോ. അതിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് മൂത്ത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇളക്കിയാലില്ല, പെട്ടെന്ന് മൂത്താണ് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 2 ചതച്ച മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പച്ച സ്മെല്ലുണ്ടല്ലോ, ആ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ പോണ വരെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നാണ് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊടികൾ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. പൊടികൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. പിന്നെ 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടെടുക്കാം കേട്ടോ. നല്ല കളറും കിട്ടും, വല്ല ഒരു എരിവും ഉണ്ടാവില്ല. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഗരം മസാല ഒരു 1/2 ടീസ്പൂണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടോ, കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് എൻ്റെ മണം പോണ വരെ ഒന്നാണ് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചെയ്യണം. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും വന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയിലും ഇതിലൊക്കെ ഇങ്ങോട്ട് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇനി ഇതേ കറിയോട് കൂടി വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് കറിയാക്കുക. കറി വേണ്ടാത്തവർക്ക് വരച്ചതാണെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങോട്ട് വേവിക്കാം. പക്ഷെ നമ്മൾ പൊറാട്ടയ്ക്ക് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചുടുവെള്ളം 2 ഗ്ലാസ് ഒഴിക്കും. എന്നിട്ട് പാകത്തിന് ഉപ്പും കറിവേപ്പിലിട്ടിട്ട് ഈ കുക്കറിൽ അടച്ചു വെച്ചിട്ട് വേവിക്കും. ഫുള്ള് ഇതിലിട്ടിട്ട് ഒരു വിസിലടിക്കും. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4 വിസിലടിച്ച് കഴിഞ്ഞാൽ ബീഫ് കറി റെഡി. ഓക്കെ, 2 ഗ്ലാസ് ചുടുവെള്ളം ഒഴിക്കട്ടോ. എന്നാലാണ് അത് ഗ്രേവി ആയിട്ടുണ്ട് കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പാകത്തിന് ഉപ്പുണ്ടിടുക, ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് ഫുള്ള് ഫ്ലെയിമിൽ ഒറ്റ വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും അങ്ങനെ അടിച്ചാൽ ബീഫ് കറി റെഡി. ഓക്കെ, അപ്പോൾ ഇത് ആണ് വേവിക്കാം. അപ്പോൾ അങ്ങനെ
ഏതാ ബീഫ് കറി അറിയാം. അങ്ങനെ ഒരു 5 വിസിലിന് ശേഷം ബീഫ് കറി റെഡി ഇട്ടാണ്. പൊറാട്ടയ്ക്ക് പറ്റിയ കറിയാണ്. ഓ വേറെ ലെവൽ കറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബീഫ് കറി കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നോമ്പിറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ നോമ്പ് തുറക്കാതിരിക്കട്ടോ കേട്ടോ. ഒക്കെ സെറ്റാണ്. നല്ല കിട്ടിലും ബീഫ് കറി അയ്യവ. പിന്നെ പൊറാട്ടി മേടിച്ചു പോയി സെറ്റ്. അപ്പോൾ ഈ ഒരു ഒറ്റ പൊറാട്ടയ്ക്ക് ഈ ബീഫ് കറി ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ടൊരു പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ടൊരു ബീഫിൻ്റെ ചെറിയ പീസും ആ ഗ്രേവിയും കൂടി ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട്